നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിന് പണി കൊടുത്തത് ആരാണ് എന്നാണ് പരക്കെ ചർച്ച നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ട് അടുത്ത ഭരണം പിടിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കിയ ഇടതുപക്ഷ നേതാക്കന്മാരും പിണറായി വിജയനും കൂടി ഗൂഢാലോചന നടത്തി രാഹുലിനെതിരെ ഇപ്പോൾ പുറത്തിറക്കിയ ആയുധമാണ് ഈ ലൈംഗികാരോപണ കുറ്റമെന്നാണ് ഒരു പക്ഷം വാദിക്കുന്നത്. ആരോപണമല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. രാഹുലിന്റെ കുഞ്ഞിനെ സൃഷ്ടിക്കേണ്ടത് രാഹുൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അതിലൊരൽപ്പം പൂർണ്ണമായും യോജിക്കാൻ കഴിയാത്ത പ്രശ്നം. പിന്നീടുള്ള മറ്റൊരു ആരോപണം ശബരിമല വിഷയം മുക്കാനാണ് ഇപ്പോൾ പിണറായി പക്ഷം രാഹുലിന്റെ വിഷയം ഉയർത്തി കാണിക്കുന്നത് എന്നുള്ളതാണ്. ശബരിമല വിഷയത്തിന് അതിൻ്റെതായ പ്രാധാന്യം ഉള്ളതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ്, അതും കേരള രാഷ്ട്രീയത്തിൽ മാതൃകയാവേണ്ട രാഷ്ട്രീയക്കാരൻ ചെയ്തു കൂട്ടിയ നെറുകേടിനും അതിൻ്റെതായ പ്രാധാന്യം തന്നെയുണ്ട്. ഒരു കുലയിലെ ഒരു മാങ്ങ ചീഞ്ഞു എന്ന് കരുതി ആ മാവ് തന്നെ മുറിച്ചു മാറ്റേണ്ട കാര്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുപ്പിൽ പൊതുജനമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം രാഹുലിന് പണി കൊടുത്തത് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാർ തന്നെയാണ് എന്നതാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്ന ശബ്ദമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുടേത്. മുതിർന്ന പല നേതാക്കന്മാരുടെയും ശബ്ദത്തെ പ്രായാധിക്യം എന്ന് പറഞ്ഞ് മൂലയ്ക്കൊതുക്കിയും പലരെയും മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ടും രാഹുൽ ഉൾപ്പെടെയുള്ള ചില യുവ നേതാക്കൾ മുന്നിലേക്ക് ഉയർന്നു വരുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ അതൃപ്തി ഉണ്ടായിരുന്നു. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നതിനിടയിൽ നടന്ന തർക്കങ്ങൾ മാത്രം നിരീക്ഷിച്ചാൽ തന്നെ രാഹുൽ അന്നെടുത്ത നിലപാട് കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ നിശബ്ദരാക്കിയതായിരുന്നു എന്ന് പറയേണ്ടി വരും. സ്വന്തം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന തമ്മിൽ തല്ലിനെയും നെറികേടിനെയും രാഹുൽ പരസ്യ പ്രസ്താവന നടത്തി വിമർശിച്ചപ്പോൾ കേരള കോൺഗ്രസ് ഒന്നടങ്കം നടുങ്ങി വിറച്ചു. അധികാര കസേര മാത്രം ലക്ഷ്യമിട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ ഈ നടപടിയൊക്കെ പലരുടെയും നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറിയതുകൊണ്ട് തോളിൽ കൈയിട്ട് നടന്നവർ തന്നെയാണ് ഒടുവിൽ ചെവിക്ക് പിടിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വട്ടികൊടുത്ത് അടി വാങ്ങുകയായിരുന്നുവെന്നും നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന സാഹചര്യമാണുള്ളതെന്നും നേതാക്കന്മാർ തന്നെ പറഞ്ഞു തുടങ്ങി. ഏതാണ്ട് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും രാഹുലിനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ലൈംഗികാതിക്രമാരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അടക്കമുള്ള നേതാക്കന്മാർ പരസ്യ പ്രസ്താവന നടത്തി. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ പാർട്ടിയെ വെല്ലുവിളിക്കുകയും ഇരയെയും മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തു. PR ഏജൻസി ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ രാഹുൽ ആക്രമിച്ചു. പ്രസവിച്ച അമ്മയെ തല്ലിയാൽ രണ്ടഭിപ്രായം വരാൻ പാടില്ലെന്നതുപോലെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസുകാരായി കാണാൻ തനിക്ക് കഴിയില്ല എന്നും പാർട്ടിയെ വെല്ലുവിളിച്ച രാഹുൽ ഇരയെ പുറത്തെത്തിക്കാനാണ് ശ്രമിച്ചതെന്നും ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തി. കെ സുധാകരൻ വാക്കുമാറ്റി പറയുന്ന ആളാണെന്നും അതിനാലാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതെന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ സ്വയം അതില്ലാതാക്കി. ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ പരസ്യ പ്രസ്താവന നടത്തിക്കഴിഞ്ഞു. പിണറായി പക്ഷത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നത് നോക്കി തെളിവുകൾ സഹിതം നിയമസഭയിൽ കണക്കുനിരത്തി ചോദ്യം ചെയ്ത രാഹുലിന് താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നതും തോളിൽ കയറിയിരുന്ന പലരും ചെവി തിന്നുന്നതും പിന്നിൽ നിന്ന് കുത്തുന്നതും ഒന്നും തിരിച്ചറിയാൻ പോയില്ലല്ലോ എന്നോർക്കുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ അയോഗ്യത തെളിയിച്ചു കഴിഞ്ഞു.